ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. യൂബർ ഓട്ടം. സമയം ഇപ്പോൾ 6:39. യൂബറിൽ മൈനസ് ഒന്നുമില്ല, നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം കൊങ്ങോർപ്പള്ളി ജംഗ്ഷനിലാണ് കിടക്കണേ. ട്രിപ്പ് ഒന്നും അങ്ങനെ അടിച്ചിട്ടില്ല. യൂബറിൻ്റെ വാലറ്റിലൊക്കെ ഒന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല, എല്ലാം ക്ലിയർ ചെയ്തിട്ടേക്ക് നമ്മൾ. പിന്നെ റാപ്പിഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ ട്രിപ്പ് 6:40. ഒന്നും അടിച്ചിട്ടില്ല. ട്രിപ്പിംഗ് വെയിറ്റിംഗ്. നമ്മുടെ CNG 4 വട്ടം ഉണ്ട്. CNG അടിക്കണം, ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ട്രിപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മൾ. കൊങ്ങോർപ്പള്ളി ജംഗ്ഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇവിടെ നിന്ന് ട്രിപ്പ് അടിക്കുന്ന 7 മണി സമയത്താണ് കൊങ്ങോർപ്പള്ളി ജംഗ്ഷനിൽ. ഒരു കുനമാവി ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ 6:30 ട്രിപ്പ് അടിക്കും. അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. രാവിലെ ആയതുകൊണ്ട് കോൾഡ് ഉണ്ട്. കോൾഡ് ഇടയ്ക്കുണ്ട്, ഇന്നുണ്ട്. നമുക്കപ്പോൾ ട്രിപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മ. കുറച്ച് നേരം ഞാൻ ഇവിടെ ഓണാക്കിയിട്ടേക്കണത്. ഒന്നും വേറെ അടിക്കണ്ടായില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് ട്രിപ്പ് അടിച്ചാൽ പിന്നെ അധികം ദൂരമൊന്നുമല്ല. അതായത് നമ്മ എത്തി 2 മിനിറ്റ് കാണിച്ചുള്ളൂ. ഇത് നമ്മുടെ ഒരു കമ്പനിക്കാരൻ്റെ വർക്ക്ഷോപ്പാണ് ഈ കാണുന്ന റൈറ്റ് സൈഡിൽ. അതിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ വഴിയാണല്ലോ. ഇവരാണ് അടിച്ചത്. ഈ കാണുന്ന നമ്മുടെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പാണിത്. ഇവിടെ നിന്നാണ് ട്രിപ്പ് അടിച്ചേക്കണത്. ഇവിടെയാണ് ഞാൻ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത വണ്ടി, ഈ വർക്ക്ഷോപ്പിൽ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുക നല്ല അടിപൊളി പെയിൻറ്റിങ് ആണ് കേട്ടോ വർക്ക്ഷോപ്പ്. മാപ്പ് പക്ഷെ ഇപ്പൊ കാണിച്ച കറക്റ്റ് ആണ്. ആള് നിക്കണില്ലേ? ഇപ്പൊ കാണിച്ച കറക്റ്റ് ലൊക്കേഷൻ ആണ്. ചിലവരുണ്ട്, ഞങ്ങക്ക് പണിയുന്ന ഈ ഫ്ലാറ്റ് ഇല്ലേ, ഫ്ലാറ്റിന്റെ അകത്ത്. ഫ്ലാറ്റ് ചിലപ്പോ ഇവരുടെ ഈ ഫ്ലാറ്റിന്റെ ബാക്ക് സൈഡാണ് റൂമങ്ങില്ലേ, അപ്പുറത്തെ സൈഡിലായിരിക്കും. ബാക്കിൽ വഴി ഉണ്ടെങ്കിൽ അവിടെ വരും. അവിടെ വന്ന് ഇവരെ കാണിക്കണത് നേരെ ലെഫ്റ്റ് തന്നെ മുകളിൽ നേരെ കാണിക്കണേ. നമ്മ ഈ ഫ്ലാറ്റിന്റെ പുറകിൽ വരും. ചില സമയത്ത് പേരും കാണിക്കൂല, ആ വഴിയൊക്കെ വരികയാണെങ്കിൽ, ബാക്ക് വരികയാണെങ്കിൽ. അതുകൊണ്ട് കുടുങ്ങിപ്പോ അങ്ങനെ വരുമ്പോ ലാസ്റ്റ് പിന്നെ വിളിച്ചൊക്കെ ചോദിച്ചാൽ ഈ ഫ്ലാറ്റ് എന്ന് പറയണത്. അപ്പൊ നമുക്ക് ഇറങ്ങി പിന്നെയും വരേണ്ടി വരും. ചിലവർക്ക് കറങ്ങി വന്നത് കുറെ നേരം കറങ്ങുമ്പോ ഭ്രാന്താവും. ഹലോ, ഇത് പുറകിലിരിക്കുന്ന നമ്മുടെ ഒരു ജപ്പാൻകാരനാണ്. പുള്ളി കുറേ നേരം എനിക്കറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ ഞാൻ പുള്ളിയോട് സംസാരിച്ച്. പുള്ളി ടയർഡായി. പ്രായമായ അപ്പനാണ്, ജപ്പാനിൽ നിന്ന് തന്നെ, പേര് ചുഞ്ചി. പുള്ളിനെ കൊണ്ട് ഞാൻ എറണാകുളത്തുനിന്ന് നേരെ ചെറായി ബീച്ചിൻ്റെ റിസോർട്ടിലാണ് പുള്ളി താമസിക്കണം. പുള്ളിനെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളൊരു പാവമെന്ന് തോന്നുന്നു കണ്ടിട്ട്. പുള്ളി കുറേ നേരമൊക്കെ സംസാരിച്ചു. പുള്ളി അപ്പോൾ ഇവിടുത്തെ എന്താണ് വർക്ക് എടുക്കണമെന്ന് ചോദിച്ചു, റോഡിൻ്റെ ഒക്കെ. അപ്പോൾ വർക്ക് നടക്കണോണ്ടാണ് ഇങ്ങനെ വഴി മൊത്തം മോശമായി കിടക്കണേ. പുള്ളി അപ്പോൾ തന്നെ ഹെവി ട്രാഫിക്കാന്ന് പറയുന്നത്. പുള്ളി ഇംഗ്ലീഷും പറയുന്നുണ്ട്, കിടക്ക് പുള്ളിയുടെ ലാംഗ്വേജും പറയുന്നുണ്ട്. പുള്ളിയുടെ ലാംഗ്വേജ് എനിക്കൊന്നും മനസ്സിലാവില്ല. കുറേ നേരം സംസാരിച്ചു. പിന്നെ അത് എൻ്റെ മിണ്ടാണ്ടിരിക്കുക. പുള്ളിക്ക് മതിയായി. ഓക്കെ, ബൈ.